Friends, നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ്. ഇതാണ് നമ്മുടെ ചാപ്റ്റർ ഹെഡിങ്. ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ 100% എടുത്തു. ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ് അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കും, രണ്ട് തരം ഷെയർസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ഇക്വിറ്റി ഷെയർസ്, ഒന്ന് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുണ്ട്? റീപേയ്മെന്റ് കപ്പാസിറ്റിയിലും അവർക്ക് ഒരു പ്രയോറിറ്റി ഉണ്ട്. അതേപോലെ അവർക്ക് ഡിവിഡന്റിന്റെ കേസിലും ഒരു പ്രയോറിറ്റി ഉണ്ട്. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അവർക്കാണ് പ്രിഫറൻസ്, മുൻഗണന അങ്ങനെ പറയും മലയാളത്തിൽ ആയിരിക്കും. ഓക്കെ, ഇക്വിറ്റി ഷെയർസിനെക്കാട്ടി മുൻഗണന അവർക്ക് അതുണ്ട്. അതല്ലാത്ത എല്ലാ കാര്യങ്ങളും ഇക്വിറ്റി ഷെയർസ് ആണ്. ഇതാണ് ഡെഫിനിഷൻ ആക്ട് പ്രകാരം. എന്താ പറയുന്നത് വെച്ചാൽ മക്കളെ, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരാൾ ഐഡിയ ആയിരിക്കും, ഒരാളതോ രണ്ടാളതോ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഫേസ്ബുക്ക് എന്ന് പറയുന്നത് മാർക്ക് സുക്കർബർഗ് അങ്ങനെ എന്തോന്ന് ആ ചാനലിന്റെ പേര്. അയാൾ ഐഡിയ എന്ത്? ആ ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനി. ഓക്കെ, അയാളുടെ കയ്യിൽ പൈസ ഇല്ലാന്ന് വിചാരിക്കും. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം അയാളുടെ കയ്യിൽ പൈസ ഇല്ല. അയാളെ മൊത്തം ഐഡിയ എന്നിട്ട് അയാൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അയാൾക്ക് ആ ഒരു 10 ഷെയർ വാങ്ങിക്കാൻ പറ്റുന്നത്. അയാൾ എന്ത് ചെയ്ത് 1,00,000 ഷെയർ ഇഷ്യൂ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്ത് കുറെ ഷെയർ ഹോൾഡേഴ്സിനെ കൂട്ടി. ഇയാൾക്ക് ആകെ എത്രയേ ഉള്ളത്? 10 ഷെയർസ്. ബാക്കിയുള്ള എല്ലാവർക്കും കൂടി കൂട്ടിയിട്ടോ, അല്ലെങ്കിൽ 10 വേണ്ട, ഒരു 1000 ഷെയർസ്. ബാക്കി എല്ലാവർക്കും കൂട്ടിയിട്ട് 99,000 ഷെയർസ്. നിങ്ങൾ നോക്കിയാട്ടെ, ഞാനാണ് മാർക്ക് സുക്കർബർഗ് എന്ന് വിചാരിക്കുന്ന പൈസ കൊടുക്കണ്ട, ഞാനാണ് അയാള്. എന്റെ ഐഡിയയിലാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പക്ഷേ എനിക്ക് ആകെ എത്രയും എന്റെ കയ്യിൽ ഷെയർസ് ഉള്ളത്? 1000 ഷെയർസ്. നിങ്ങൾക്കറിയാം, ഒരു കമ്പനിയിൽ അവരെ എത്രയാണോ ഷെയർസ് ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് വോട്ടിംഗ് റൈറ്റിനനുസരിച്ചിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കുക. അതായത് നിങ്ങൾ ബോർഡ് റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, നോർമൽ റെസൊല്യൂഷൻ, ഓർഡിനറി റെസൊല്യൂഷൻ, എക്സ്ട്രാ ഓർഡിനറി റെസൊല്യൂഷൻ, എന്ത് റെസൊല്യൂഷൻ ആയിക്കോട്ടെ, നമ്മുടെ ഡിസിഷൻ എന്ത് ബേസ്ഡാ? വോട്ടിംഗ് റൈറ്റിന്റെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോ ഞാൻ എന്റെ കമ്പനി, എന്റെ ഐഡിയ വെച്ചിട്ട് ഒരു കമ്പനി തുടങ്ങിയിട്ട്, ഫേസ്ബുക്ക് തുടങ്ങിയിട്ട് എനിക്ക് അവിടെ ഒരു റോളും ഇല്ല. എന്തുകൊണ്ടാ? കാരണം എന്റെ പേര് ആകെ 1000 ഷെയർസ് ആവും. ബാക്കിയുള്ളവരെയും 99,000 ഷെയർസ്. ഇനിയിപ്പോ ബാക്കിയുള്ളവർക്ക് എന്നെ തകർക്കണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഞാൻ നല്ല നല്ല ഐഡിയാസ് കൊണ്ടുവരുമ്പോ അവരെന്ത് ചെയ്യും? എനിക്ക് അഗെയിൻസ്റ്റ് വന്നിട്ട് എന്നെ തകർക്കാൻ നോക്കും. ശരിയല്ലേ? ലോജിക്കലല്ലേ? ഇതല്ലേ സിമ്പിൾ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെ അന്നേരം തുടങ്ങിയ ഒരു സംഭവമാണ് ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ്. ഇതാണ് കമ്പനീസ് ആക്ട് പറഞ്ഞത്. എങ്ങനെ ചെയ്താൽ പറ്റൂല? പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ കമ്പനി തുടങ്ങേണ്ട ആൾക്കാർ, കമ്പനി തുടങ്ങിയതിന്റെ ഫുൾ മാസ്റ്റർ ബ്രെയിൻ. അവരിങ്ങനെ ഒരു കമ്പനി തുടങ്ങിയതിന് ശേഷം അവർക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ ജീവിതം ഒന്നും ഇല്ലാണ്ടാവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ് നമുക്ക് ഇഷ്യൂ ചെയ്യാം. അതായത് ഞാനിപ്പോ വോട്ടിംഗ് റൈറ്റ് അല്ല പറഞ്ഞത്, എന്തുമാവാം. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? ഡിഫറൻഷ്യൽ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ്, അവകാശം. ഓക്കെ, അതായത് ഞാനൊരു കമ്പനി ആണെങ്കിൽ എനിക്കൊരു ഷെയർ ഇഷ്യൂ ചെയ്യാം, ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ്. എന്താണ് ഈ ഡിഫറൻഷ്യൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ചിലപ്പോ ഒരു ഷെയറിന് 1000 വോട്ട്, അത് പറ്റോ? പറ്റും. സർ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഈ മാർക്ക് സുക്കർബർഗിനെ പോലത്തെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാം. മാർക്ക് സുക്കർബർഗ് അല്ലേ നമ്മൾ പറഞ്ഞ എക്സാമ്പിളില്, മാർക്ക് സുക്കർബർഗ് അല്ലെങ്കിൽ ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഷെയറിന് 1000 വോട്ട് പറ്റോ? പറ്റും. അങ്ങനെ ആകുമ്പോ ആഫ്റ്റർ ഓൾ ഡിസിഷൻ ഞാൻ തന്നെ എനിക്ക് കൊടുക്കുക. കാരണം എന്റെ 1000 ഷെയർസ് ഉണ്ടെങ്കിൽ 1000 × 1000 എത്രയായി? 1000 × 1000 എത്രയായി? അറൌണ്ട് 1000 × 1000 എന്ന് പറയുമ്പോൾ 10 lakhs വരും അല്ലെ? കറക്റ്റ് അല്ലേ? 10 ലക്ഷം. ഓക്കെ, കറക്റ്റ്. 10 lakhs വോട്ട്സ് ആർക്ക് കിട്ടി? എനിക്ക് മാത്രം 10 lakh വോട്ട്സ് കിട്ടി. ബാക്കിയുള്ളവർക്ക് എത്ര വോട്ട്സ് വരും? അതിനെക്കാട്ടിയും കുറവാ വരും. അങ്ങനെയാവാം ഡിഫറൻഷ്യൽ റൈറ്റ്സ്. അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഷെയർ ഉള്ള ആൾക്ക്, ഡിഫറൻഷ്യൽ റൈറ്റിൽ ഇഷ്യൂ ചെയ്ത ഒരു ഷെയർ ഉള്ള ആൾക്ക് 100 ഡിവിഡൻഡ്. അതായത് ഒരു ഷെയറിന് കൊടുക്കുന്ന ഡിവിഡൻഡ് കൊടുക്കരുത്. ഒരു ഷെയർ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 ഷെയറിന്റെ ഡിവിഡൻഡ് കൊടുക്കണം എന്ന്. ഇതാണ് ഡിഫറൻഷ്യൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. 10 ഷെയറിന്റെ ഡിവിഡൻഡ് ആവാം, 100 ഷെയറിന്റെ ഡിവിഡൻഡ് ആവാം, 1000 ഷെയറിന്റെ ഡിവിഡൻഡ് ആവാം. ഇത് ഇഷ്യൂ ചെയ്യുന്നതിന്റെ എഗ്രിമെന്റ് പോലെയായിരിക്കും. ഡിഫറെന്റ് റൈറ്റാ കിട്ടുന്നത്. സാധാരണ രീതിയിൽ ഒരു ഷെയറിനെങ്കിൽ ഒരു ഡിവിഡൻഡ്.
സാധാരണ രീതിയിൽ ഒരു ഷെയറിനെങ്കിൽ ഒരു വോട്ട്. പക്ഷെ ഈ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ ബെനിഫിറ്റ്സ് കിട്ടും. സാധാരണ ബെനിഫിറ്റ്സിനകത്ത് എക്സ്ട്രാ ബെനിഫിറ്റ്സ് കിട്ടും. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മക്കളെ ശ്രദ്ധിക്ക്, ഇതാണ് ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ്. ഡിഫറെന്റ് ആയിട്ട് റൈറ്റ് സാധാരണ റൈറ്റ് എന്ന് പറഞ്ഞാൽ 1 ഷെയർ 1 വോട്ട് 1 ഡിവിഡൻഡ്. ഇവിടെ എന്ന് പറഞ്ഞാൽ 1 ഷെയറിന് 10 വോട്ട് ആവാം, 10 ഡിവിഡൻഡ് ആവാം, 100 വോട്ട് ആവാം, 100 ഡിവിഡൻഡ് ആവാം. ഇത് എന്തിനു വേണ്ടിട്ടാ? ടു പ്രൊട്ടക്ട് ദ പ്രൊമോട്ടേഴ്സ്. ഒരാൾ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ട് അയാൾ പിന്നെ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ അവഗണിക്കാൻ പറ്റൂല. അതാണ് ഇവിടുത്തെ ഒരു ഒബ്ജക്റ്റീവ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, preference shares cannot be issued with differential rights. preference shares എന്ത് ചെയ്യാൻ പറ്റൂല, ഡിഫറൻഷ്യൽ റൈറ്റിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റൂല. ഇക്വിറ്റി ഷെയർസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡിഫറൻഷ്യൽ റൈറ്റ്സിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്, സിമ്പിൾ ലോജിക്. ഇനി പിന്നെ പറയുന്നത് വെച്ചാൽ ശ്രദ്ധിക്കും, ഇക്വിറ്റി ഷെയർസിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. എല്ലാ കേസിലും എന്തുണ്ട്, വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. സാധാ ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ ഒരു ഷെയറിന് ഒരു വോട്ട്. ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയിക്കോട്ടെ, മാനേജ്മെന്റ് റിലേറ്റഡ് മാറ്റേഴ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഓക്കെ, ശ്രദ്ധിക്കും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ആകെ വോട്ടുള്ളത് എന്തിന്റെ കേസിലാന്ന് മാത്രം എന്ന് വെച്ചാല്, എന്തിന്റെ കേസിലാ ഉള്ളത്? അവർക്ക് മാനേജ്മെന്റിൽ വോട്ടില്ല, ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ മാത്രമേ വോട്ടുള്ളൂ. ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ മാത്രമേ അവർക്ക് എന്തുള്ളൂ, വോട്ടുള്ളൂ. മാനേജ്മെന്റ് കേസിൽ വോട്ടില്ല. ആർക്ക്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ബട്ട് certain situations, അതായത് 4 സിറ്റുവേഷൻസ്. ഓക്കെ, 4 സിറ്റുവേഷൻസിൽ അവർക്ക് എന്തുണ്ട്, ഈക്വൽ വോട്ട് ഉണ്ട്. ഇക്വിറ്റി ഷെയർസിനൊപ്പം തന്നെ ഈക്വൽ വോട്ട് ഉണ്ട്. 4 സിറ്റുവേഷൻസിൽ അവർക്ക് എന്തുണ്ട്, ഈക്വൽ വോട്ട് ഉണ്ട്. അതായത് ഫസ്റ്റ് വൺ ഫോർ ദ റീപേയ്മെന്റ്. അവരെ എന്തെങ്കിലും ഫണ്ട് റിലേറ്റഡ് റീപേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ, അതായത് ബൈബാക്ക് ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, അങ്ങനത്തെ കാര്യത്തിൽ എന്തുണ്ട്, അവർക്ക് എല്ലാവർക്കും വോട്ട് ഉണ്ട്. ഇക്വിറ്റി ഷെയർസിന് ഒരു വോട്ട് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസിനുണ്ട്. സാധാരണ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ എന്തില്ല, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടില്ല. പിന്നെ കമ്പനി പൂട്ടാൻ പോകുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു വോട്ട് ഉണ്ട്, ഒരു ഷെയറിന് ഒരു വോട്ട്. പിന്നെ റിഡക്ഷൻ ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓർ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതായത് ബൈബാക്ക് ഓഫ് ഷെയർസ് ഓർ വാട്ടർ. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റിഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് എല്ലാവർക്കും ഓരോ വോട്ട് ഉണ്ട്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ മാത്രമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വിച്ച് ഡയറക്ട്ലി എഫക്ട്സ് ദി റൈറ്റ്സ് അറ്റാച്ച്ഡ് ടു ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എഫക്ട് ചെയ്യുമെങ്കിൽ ആ കേസിൽ അവർക്ക് എന്തുണ്ട്, വോട്ട് ഉണ്ട്, ഈക്വൽ വോട്ട്. മക്കളെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫിനാൻഷ്യൽ മാറ്റേഴ്സിന് മാത്രമേ എന്തുള്ളൂ, വോട്ടുള്ളൂ. മാനേജ്മെന്റിൽ വോട്ടില്ല. ബട്ട് ചില മാനേജ്മെന്റ് ഡിസിഷൻസിന്റെ കേസിൽ അവർക്ക് വോട്ട് ചെയ്യാം. 4 കേസ്, ഇതാണ് 4 കേസ് ഞാനിപ്പോ തന്ന കാര്യങ്ങൾ. ഓക്കെ, 1, 2, 3, 4. ഓക്കെ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കമ്പനി ലോയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ പഠിച്ചാലും ഇവിടെ പഠിച്ചാലും സെയിം. ശ്രദ്ധിക്കും, ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അത് ചെയ്ത് തീർത്തതിനെ കഴിഞ്ഞാക്കി. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 8. WXYZ whole equity share capital is held by the proportion of 40%, 30%, 10%, 20%. ABCD ക്ക് എന്തുണ്ട്, W ഹോൾഡ് ചെയ്യുന്ന 40%, X ഹോൾഡ് ചെയ്യുന്ന 30%, Y ഹോൾഡ് ചെയ്യുന്നത് 10%, Z ഹോൾഡ് ചെയ്യുന്നത് എത്രയാണ്, 20%. ABCD hold preference share capital in the proportion of 30, 40, 20, 10. ABCD എന്ന് പറയുന്നത് preference share capital ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതും എന്താണ്, ഒരു പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട്. If the paid up capital of the company is 40 lakhs, equity share capital ആണ് കേട്ടോ, paid up equity capital ആണ് നോക്കാം. ഓക്കെ, 40 ലക്ഷവും preference share capital 20 lakhs ആണെങ്കിൽ find their voting rights in case of resolution of winding up of the company. വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ആകുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് മാത്രമാണ് വോട്ട്, അല്ല പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് മാത്രമാണ് വോട്ട്? രണ്ടാൾക്കും വോട്ട് ഉണ്ട്, അവരവർ ഹോൾഡ് ചെയ്യുന്ന ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ട്. കാരണം എന്താ, നമ്മൾ ഇപ്പൊ പഠിച്ച പോയിന്റ് പറയുന്നുണ്ട്, വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ആണെങ്കിൽ അവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ട് ഉണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ട് ഉണ്ട്. നമ്മൾ പറയണ്ട, എന്തായാലും നമുക്ക് ഉറപ്പാണ് അവർക്ക് വോട്ട് ഉണ്ട്. ഓക്കെ സർ, എങ്ങനെയാണ് നമുക്ക് ഇവിടെ അവരെ വോട്ടിംഗ് റൈറ്റ് കണ്ടുപിടിക്കാം? സിമ്പിൾ, ശ്രദ്ധിക്കും. ടോട്ടൽ വോട്ടിംഗ് റൈറ്റ്സ്, ഞാൻ അതാണ് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത് 40 lakh plus 20 lakhs, that is equal to 60 lakhs. വോട്ടിംഗ് റൈറ്റ്സ് എത്രയായിരിക്കും? 40 lakh plus 20 lakhs. 40 lakhs ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഓക്കെ, അതേപോലെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്ര ഉണ്ട്? 20 lakhs. അത് രണ്ടും നമ്മൾ ആഡ് ചെയ്തു, എത്ര കിട്ടി? 60 lakhs കിട്ടി. ഓക്കെ, 60 lakhs കിട്ടി.
ഇതാണ് ടോട്ടൽ വോട്ടിംഗ് റൈറ്റ്സ്. ഇതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ വോട്ടിംഗ് റൈറ്റ്സ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽസ് വോട്ടിംഗ് റൈറ്റ്സ് അത് എത്രയാ? 40 lakhs ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉള്ളത്. എത്രയാ ടോട്ടൽ? 60 lakhs ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്രയാ പെർസെന്റേജ് വരാം? 40/60 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നു മക്കളെ? 40/60 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 66.67%. അതായത് 100% വോട്ട് വരും. വോട്ട് അത്രേ വരും. അതിൽ 66.66% വോട്ട് ആർക്കാവുള്ളൂ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണുള്ളത്. എന്തുകൊണ്ട്? കാരണം 40 ലക്ഷം ക്യാപിറ്റൽ അവരാണ് ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട്. ഇനി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വോട്ടിംഗ് റൈറ്റ്സ് എത്രയാ? 20 lakhs divided by 60 lakhs into 100 that is equal to 33.33%. ഓക്കെ മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അതായത് മക്കളെ 66.67 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ ടോട്ടൽ വോട്ടിംഗ് റൈറ്റ്സ് എത്രയാ? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെത് 33.33%. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെത് 66.67%, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെ 33.33%. നമുക്ക് വേണമെങ്കിൽ ഇത് 1/3 എന്നും പറയാം, ഇത് 2/3 എന്നും പറയാം. ഓക്കെ സിമ്പിൾ ആണ്. 1/3 എന്നും 2/3. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഓരോരാളെ വോട്ടിംഗ് ഷെയർ കണ്ടുപിടിക്കണമെങ്കിൽ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഡബ്ല്യുവിന്റെ കണ്ടുപിടിക്കുക. ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. ഡബ്ല്യുവിന്റെ എന്ന് പറയുന്നത് വെച്ചാല് 2/3 ആണ് എന്ത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ ടോട്ടൽ വോട്ടിംഗ് റൈറ്റ് അതിന്റെ 40%. ഓക്കെ 40/100 into 2/3 that is equal to എത്രയാണ്? 26.67%. ഓക്കെ മക്കളെ ഇവിടെ ഡിവൈഡ് ബൈ 100 ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ 26.67%. അതായത് 66.67% ടോട്ടൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ വോട്ടിംഗ് റൈറ്റ്. പക്ഷെ അതില് ഡബ്ല്യുവിന്റെ വോട്ടിംഗ് റൈറ്റ് എത്രയാ? 2/3 ഓഫ് 40. 40ന്റെ 2/3. 40% ഹോൾഡ് ചെയ്യുന്നത്. 66.67% 40% ആണ് ആർക്ക് കിട്ടുക? ഡബ്ല്യുവിന് കിട്ടുക. അതേപോലെ അടുത്ത എത്രയാ? എക്സിൻ്റെത് അതേപോലെ തന്നെ 2/3 into 30. ഓക്കെ 2/3 into 30 എന്ന് പറയുമ്പോൾ എത്ര വരും? 20% വരും. ഓക്കെ 3 getting cancelled then 20% വരും. നെക്സ്റ്റ് WX Yൻ്റെത് 2/3 into എത്രയാ? 10 that is equal to 2/3 into 10 എത്രയാ വരുന്നത്? 2/3 into 10 that is equal to 6.67%. ഓക്കെ YZ ൻ്റെത് 2/3 into 20% that is equal to 2/3 into 20 that is equal to 13.33%. മക്കളെ ഇതാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ വോട്ടിംഗ് റൈറ്റ്. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? അവരവർ ഹോൾഡ് ചെയ്യുന്നതിനും പെർസെന്റേജ് നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് അത്രയേ ഉള്ളൂ. ഓക്കെ ഇനി അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം? ABCD. ഓക്കെ ABCD ചെയ്യാം. ഏൻ്റെത് ശ്രദ്ധിക്കും. എ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതുകൊണ്ട് 1/3 വരെ 1/3 into അയാൾ 30. ഓക്കെ 1/3 into 30 എന്ന് പറയുമ്പോൾ 10%. ഇനി ബിൻ്റെത് 1/3 into എത്രയാ? 40 equal to 40/3 എന്ന് പറയുമ്പോൾ 13.33% വരും. സിൻ്റെത് 1/3 into 20 20 that is equal to 20/3 എന്ന് പറയുമ്പോൾ 6.67 വരും. ഡി എന്ന് പറയുന്നത് 1/3 into 10 വരും. ഓക്കെ 10%. 10/3 എന്ന് പറയുന്നത് 3.33%. മക്കളെ നിങ്ങൾ ഇപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% കിട്ടും. എല്ലാവരും ഒന്ന് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ അതായത് സ്റ്റാർട്ടിംഗ് വിത്ത് 26.67 പ്ലസ് 20 പ്ലസ് 6.67 പ്ലസ് then 13.33 പ്ലസ് 23.33 പ്ലസ് 6.67 പ്ലസ് 3.33 100% കറക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആൻസർ. ഓക്കെ ഒന്നുമില്ല, ജസ്റ്റ് വോട്ടിംഗ് റൈറ്റ് കണ്ടുപിടിക്കണം. കാരണം കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു ഡൗട്ട് വരും. അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വോട്ട് ഉണ്ടാവില്ല, അല്ല വോട്ട് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ടോട്ടൽ വോട്ടിംഗ് റൈറ്റ് കണ്ടുപിടിക്കുമ്പോൾ 2 ആൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും കൺസിഡർ ചെയ്യണം. നിങ്ങൾക്ക് കിട്ടും 60 lakhs. അതാണ് ടോട്ടൽ വോട്ടിംഗ് റൈറ്റ്.
അത് നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്രയാണ് വോട്ടിംഗ് റൈറ്റ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എത്രയാണ് വോട്ടിംഗ് റൈറ്റ് നിങ്ങൾ കണ്ടുപിടിക്കാം. നമ്മൾ കണ്ടുപിടിച്ചു 2/3 1/3 അല്ലെങ്കിൽ 66.67% or 33.33%. അതിനുശേഷം അതെന്ത് ചെയ്യാം, അവരവരെ ഹോൾഡിംഗ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ ചെയ്യാം ഒന്ന്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവരെ ക്യാപിറ്റലിന് നമ്മൾ എന്ത് ചെയ്യാം, അവരെ പെർസെന്റേജ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരെ ഓരോരാളെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഈ 2/3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി മെനക്കേട് കൂടുന്നാവും, വേറെ പ്രശ്നമൊന്നുമില്ല. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ?